നീയും കരുതും എനിക്ക് ഇനിയും ഒരുപാട് വയസ്സുണ്ടല്ലോ, എനിക്ക് 24 പ്രായമായിട്ടുള്ളോ, എനിക്ക് 30 പ്രായമായിട്ടുള്ളോ, എനിക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കാമെന്നുള്ള മോഹമുണ്ട്. എന്നാൽ ഒരു കവി പറയുകയാണ്, കമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരില്ലതി വകമ്മിൻ സഖീമിൻ ആശ ഹീനൻ മിനദ്ദഹരി. എത്രയോ എത്രയോ ആരോഗ്യമുള്ള ആളുകളാണ്, ചെറുപ്പക്കാരാണ്. ഇന്നലെ രാത്രിയിലും നമ്മോടൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത ആളുകളാ, ഇന്നലെയും നമ്മോടൊപ്പം എല്ലാ പരിപാടികളും പങ്കെടുത്ത ആളുകളാ. ഇന്ന് കേൾക്കുന്നു മരണപ്പെട്ടു എന്നുള്ള വാർത്തയാ കേൾക്കുന്നത്. നമുക്കറിയില്ലേ, ഇന്നൊരു മരണ വാർത്ത നാം കേട്ടില്ലേ? നമ്മുടെ പള്ളിയിൽ ഖതീബായിരുന്ന ഉസ്താദ് അവറുകൾ ഇന്ന് നാം കേൾക്കുന്നത് മരണപ്പെട്ടു എന്ന വാർത്തയല്ലേ? അങ്ങനെ ഓരോരുത്തരും ഓരോ പള്ളി മിനാരങ്ങളിൽ നിന്നും ഓരോ സമയത്തും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ഒരു മരണം നമുക്കൊക്കെ വരാനുള്ളതാണ്. എല്ലാവരും മരിച്ചു പോകുന്നതാണ്. അത് നമ്മൾ ആരോഗ്യമുണ്ട്, ചെറിയ പ്രായമാണെന്ന് ആരും കരുതണ്ട. ഇനി ചെറിയ കുട്ടികളാണെന്നും കരുതണ്ട. എത്രയെത്രയോ കുട്ടികളാണ് ജനിക്കുമ്പോൾ തന്നെ മരിച്ചു പോകുന്നത്. ജനിക്കുന്നതിന് മുമ്പ് മരിച്ചു പോകുന്നവർ, ജനിച്ചു കഴിഞ്ഞ് ജീവിതത്തിന്റെ പ്രഥമ ദിശയിലേക്ക് കടക്കുമ്പോൾ തന്നെ മരിച്ചു പോകുന്നവർ. എത്രയോ വാർത്തകളാണ്. എത്രയോ ആഗ്രഹങ്ങളുമായി കഴിഞ്ഞവരാണ്. എത്രയോ ആളുകളാണ് മരണപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് നാം കരുതി പോകും, എനിക്കിപ്പോൾ നല്ല ആരോഗ്യമുണ്ട്, കുറെ കാലം കൂടി ജീവിക്കാമല്ലോ. വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരില്ലതി. പ്രത്യേകം വലിയൊരു മാരകമായ രോഗം നമുക്ക് നൽകണമെന്നില്ല അല്ലാഹു. എത്രയും വേഗം തന്നെ നമ്മളെ ഭരിപ്പിക്കാനുള്ള കഴിവുള്ളവനാണ് അല്ലാഹു. ആ രോഗത്തോടെ ഇരുന്നാലും ഏത് നിമിഷവും നമ്മൾ ഈ ഭൂമി ലോകത്തുനിന്ന് വിട പറയാനുള്ളവരാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ എവിടേക്ക് ഓടിപ്പോയാലും, നിങ്ങൾ എവിടേക്ക് പോയാലും മരണമെന്ന് പറയുന്ന ആ രോഗമുണ്ടല്ലോ, അത് നിങ്ങളെ മാടി വിളിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആ മരണത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നമ്മൾ എവിടെ മരിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ ജനിച്ച സ്ഥലം നമുക്കറിയാമല്ലോ, ജനിച്ച ഡേറ്റ് നമുക്കറിയാമല്ലോ. എന്നാൽ നമ്മൾ മരിക്കുന്ന ഡേറ്റ് അറിയില്ല, ഏത് സ്ഥലത്താണെന്നറിയില്ല. അതാണ് ഖുർആൻ പറയുന്നത്, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഏത് ഭൂമിയിലാ മരിക്കുന്നതെന്നറിയില്ല. മംഗലാപുരത്തെ ബജുപ്പേ വിമാനത്താവളത്തിലേക്ക് ഒരുപാട് അടങ്ങാത്ത ആഗ്രഹവുമായി കടന്നു വന്ന ചെറുപ്പക്കാരില്ലേ? എത്രയോ ആളുകളാ മയ്യിത്ത് പോലും കിട്ടിയിട്ടില്ലല്ലോ. ഭസ്മമായിട്ടല്ലേ വന്നത്. അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു അത്തരത്തിലുള്ള മാരകമായ അപകടങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഒരുപാട് ആഗ്രഹങ്ങളുമായി കടന്നു വന്നവരാ, ഒരുപാട് അഭിലാഷങ്ങളുമായി കടന്നു വന്നവരാ. അവരറിഞ്ഞില്ല ആ ഫ്ലൈറ്റ് അതേ വിമാനത്താവളത്തിലേക്ക്, ആ റൺവേയിലേക്ക് അങ്ങ് കാല് കുത്തിയപ്പോൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പില്ല. അവരറിയുന്നില്ല, അൽ മൗതു അദിനാ മിൻ ശിറാകി നൈരിഹി. ചെരിപ്പിന്റെ വാറ് കാലുമായി എത്രയാണോ അടുത്തിരിക്കുന്നത്, അതിനേക്കാൾ മരണം അടുത്തിരിക്കുന്നു. അതാണ് ഏത് ഭൂമിയിലാണെന്നറിയില്ല. ഞാൻ ആലപ്പുഴയിൽ നിന്നും ഇന്നലെ രാത്രിയിലാ യാത്ര തിരിച്ചത്. അവിടേക്ക് ഞാൻ തിരിച്ചു ചെല്ലുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളെല്ലാം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വന്നവരാണല്ലെങ്കിൽ പോയിട്ട് കഴിക്കാനുള്ളവരാണ്. ആ കഴിക്കാനുള്ളവരാണ്. കഴിക്കുമോ, നാം നാളെ പ്രഭാതം കാണുമോ നമുക്കറിയില്ല. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് മരണമെന്ന് പറഞ്ഞാൽ അത് എല്ലാ മനുഷ്യരും അതിനെ കണ്ടുമുട്ടുന്നതാണ്. മരണത്തിന് മുമ്പുള്ള കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നു. ഒരു മനുഷ്യൻ മരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ലാത്തൊരു വിഷയമുണ്ടെങ്കിൽ, ഖുത്ബിയത്ത് വേണോ വേണ്ടേ തർക്കമുണ്ട്, മൗലിദ് വേണോ വേണ്ടേ തർക്കമുണ്ട്. എന്നാൽ മരിക്കുമോ ഇല്ലയോ എന്നൊരു കാര്യത്തിൽ മാത്രമാണ് തർക്കമില്ലാത്തത്. എല്ലാ മനുഷ്യരും അങ്ങ് മരിച്ചു പോകുന്നവരാണ്. മഹദിയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ, മഹദിയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ, നമുക്കറിയാലോ, ഒരു ദിവസം
ഒരു ദിവസം മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഹസനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരെയും കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് മുടി ചീകി കൊടുക്കുകയാണ്. ഒരു തുടയിലേക്ക് ഒരു കുട്ടിയെ എടുത്തിരുത്തുന്നു, മറ്റേ തുടയിലേക്ക് ഹുസൈനെയും എടുത്തിരുത്തുകയാണ്. എന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ, മക്കളെ നിങ്ങളെ നാളെ ആരാണ് കുളിപ്പിക്കുന്നത്, നിങ്ങൾക്ക് നാളെ ആരാണ് ഭക്ഷണം വാരിത്തരുന്നത്, നിങ്ങളെ നാളെ ആരാണ് ഓമനിക്കുന്നത് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ പിഞ്ചോമന മക്കളെ മടിയിലെടുത്തിരുത്തിയിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അലിയിൽ മുർത്തല റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ഫാത്തിമ, എന്തിനാ എന്റെ പ്രിയപ്പെട്ട മക്കളെ നീ വിഷമിപ്പിക്കുന്നത്, എന്തിനാ എന്റെ പ്രിയപ്പെട്ട മക്കളെ നീ പ്രയാസപ്പെടുത്തുന്നത്, നീ എന്താ ഫാത്തിമ പറയുന്നത്, ഈ ലോകത്തുനിന്ന് വിട പറയാൻ പോകുന്ന ഒരാള് പറയുന്നത് പോലെ എന്തിനാ ഫാത്തിമ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അറിയാതെ തങ്ങളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ പറഞ്ഞത് കള്ളമല്ല. ഇന്നലെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്റെ ഉപ്പയാകുന്ന എന്റെ ബാപ്പയാകുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടോ, ഫാത്തിമ നീ വരുന്നില്ലേ എന്ന് ചോദിച്ചോ, അതുകൊണ്ട് ഞാൻ ഉടനെ മരിക്കുകയാണ്, ഈ ലോകത്തുനിന്ന് വിട പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ഈ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ, നമ്മൾ ദാമ്പത്തിക ജീവിത കാലഘട്ടത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറവുകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അലിയേ, നാളെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആഗോള സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് എന്റെ ഉപ്പയുടെ മുമ്പിൽ വെച്ച് എന്നെ ആക്ഷേപിക്കല്ലേ, എന്നെ നിങ്ങൾ ആക്ഷേപിക്കല്ലേ അലിയേ. എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ എനിക്ക് പൊരുത്തപ്പെട്ടു വരണം. നാളെ അല്ലാഹുവിന്റെ ഹബീബുള്ള വേദിയിലെ, നാളെ അബൂബക്കർ സിദ്ദീഖുള്ള വേദിയിലെ, നാളെ സഹാബത്തുള്ള വേദിയിലെ, അമ്പിയാക്കളുള്ള വേദിയിലെ എന്നെ നിങ്ങൾ ആക്ഷേപിക്കല്ലേ അലിയേ. എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ കുറ്റങ്ങളോ വന്നുപോയിട്ടുണ്ടെങ്കിൽ നീ അങ്ങ് പരിഹരിച്ചു തരണമെന്ന് അലിയിനോട് പറയുമ്പോ അലി റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലായി ഫാത്തിമ സീരിയസ് ആയിട്ട് ആ കാര്യം പറയുന്നത്. ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കാര്യം പറയുന്നത്. അവിടുന്ന് ഫാത്തിമയോട് പറയുന്നു, മോളെ ഫാത്തിമ, ഈ അലിയിന് വേണ്ടതുപോലെ, ഈ അലിയൊരു കൂലിപ്പണിക്കാരനാ, വേണ്ടതുപോലെ സമ്പത്തില്ലാത്തവനാ, നിന്നെ വേണ്ടതുപോലെ സന്തോഷിപ്പിക്കാൻ പറ്റാത്തവനാ, വേണ്ടതുപോലെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നാളാഗോള സമ്മേളനത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന വേദിയിൽ നിന്റെ ഉപ്പയുടെ മുമ്പിൽ വെച്ച് അലിയിനെ നാണം കെടുത്തല്ലേ, ഈ അലിയിനെ നീ ആക്ഷേപിക്കല്ലേ, അലിയിനങ്ങ് പൊരുത്തപ്പെട്ടു തരണേ മോളെ. ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമയെ കെട്ടിപ്പിടിച്ചുകൊണ്ടൊരു പദ്യമങ്ങ് പാടുകയാണ്. കുല്ലി ജിതിമാഇൻ മിൻ ഖലീലൈനി ഫിർഖതു വകുല്ലു الذي دون الفراق قليل. എത്ര വല്ല സന്തോഷത്തോടെ കഴിഞ്ഞാലും, എത്ര വല്ല ആനന്ദത്തോടെ കഴിഞ്ഞാലും, എത്ര വല്ല പ്രതാപത്തോടെ കഴിഞ്ഞാലും, എത്ര വല്ല ചങ്ങാതിമാരായാലും, എത്ര വല്ല സ്നേഹബന്ധമായാലും ഒരു സമയത്ത് ഈ ഭൂമി ലോകത്തുനിന്ന് വിട പറയാനുണ്ട്. എല്ലാവരും വിട പറഞ്ഞു പോകുന്നതാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നാം ചിന്തിക്കുക, നാം ഭൗതികതയുടെ പളപളപ്പിൽ ആനന്ദത്തിൽ ആറാടുമ്പോ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കുക, അല്ലാ, ഞാൻ എപ്പോഴാ മരിക്കുന്നത്, ഞാൻ എപ്പോഴാ ഭൂമി ലോകത്തുനിന്ന് മരിക്കുന്നത്, ഈ ലോകത്തുനിന്ന് വിട പറയുന്ന സമയം എപ്പോഴാണെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. മരണത്തെ ഓർക്കലാണ് ഒരു മനുഷ്യൻ നന്നാവാനുള്ള ഏറ്റവും വലിയ മരുന്ന്. എന്തെല്ലാം വിഷയങ്ങൾ കേട്ടാലും ഒരുപക്ഷെ നന്നായിക്കൊള്ളണമെന്നില്ല. പക്ഷേ മരണമെന്ന് പറയുന്ന മരണത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഒരുപാട് ധിക്കാരികൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ധിക്കാരികൾ അതേ സുന്ദരമായ ജീവിതം കാഴ്ചവെച്ചിട്ടുണ്ട്. മരണത്തെപ്പറ്റി ചിന്തിക്കുക, മരിക്കാത്ത ആരുമില്ല. മരണത്തെപ്പറ്റി ഓർക്കുമ്പോൾ ആരുടെയെങ്കിലും മരണമല്ല, നമ്മുടെ സ്വന്തം മരണം. നമ്മളിങ്ങനെ മരിച്ചു കിടക്കുന്ന ആ ഒരു കാഴ്ച, ഞാൻ മരിച്ചാൽ എന്റെ കയ്യിൽ എന്തുണ്ട്, ഞാൻ മരിച്ചാൽ എന്തുമായിട്ടാണ്
കിട്ടാനാണ് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ചൊല്ലുന്നത്. ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടൊരു മനുഷ്യൻ ജീവിച്ചാൽ, മരണത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ജീവിച്ചാൽ അവൻ വിജയമാണ്. ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓരോ ദിവസവും 7 പ്രാവശ്യം ആ ഭൂമിയിലേക്ക് വരുന്നത്. 7 പ്രാവശ്യവും എന്റെയും നിങ്ങളുടെയും സമീപത്ത് വരികയാ. എന്നിട്ട് ആ എഴുതി കൊടുത്ത ലിസ്റ്റ് എടുത്തെന്ന് വായിക്കുകയാ. ഇന്നത്തെ ദിവസം റൂഹ് പിടിക്കാൻ ഇവന്റെ പേരുണ്ടോ, ഇന്നത്തെ ദിവസം റൂഹ് പിടിക്കാൻ ഇവന്റെ പേരുണ്ടോ എന്ന് ഓരോ മനുഷ്യന്റെയും സമീപത്തേക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. പേരുണ്ടെങ്കിൽ 1 പ്രാവശ്യമല്ല വരുന്നത്, 7 പ്രാവശ്യം അസ്റായീൽ വന്ന് നോക്കുകയാ. ആ അസ്റായീൽ നോക്കുമ്പോഴാണ് നമുക്കൊക്കെ ഒരു കുളിര് കോരുന്നത് പോലെ, നമുക്ക് രോമാഞ്ചമുണ്ടാകുന്നത് പോലെ തോന്നുന്നത്. അസ്റായീൽ നോക്കുന്നത് കാരണമാണെന്ന് പണ്ഡിതന്മാര് പറയുകയാണ്. ഓരോ ദിവസവും അസ്റായീൽ എന്റെയും നിങ്ങളുടെയും സമീപത്ത് വന്നിട്ട് പോകുന്നുണ്ട്. എന്റെയും നിങ്ങളുടെയും പേരുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ അവിടെ വെച്ച് റൂഹ് പിടിക്കുകയാണ്. അത് റോഡ് സൈഡിലാവാം, അത് വീട്ടിൽ മെത്തയിലാവാം, അത് പള്ളിക്കരയിലാകാം, അത് എവിടെയാണെന്നറിയില്ല, വിമാനത്തിലാവാം, എവിടെയായിരുന്നാലും ഖാബിദുൽ അർവാഹ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് നോക്കുമ്പോ നമ്മുടെ രോമാഞ്ചമുണ്ടാകുന്നു. അസ്റായീൽ വന്ന് നോക്കുകയാ, ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പിടിക്കുകയാണ്, ഇല്ലെങ്കിലോ മടങ്ങിപ്പോകുന്നങ്ങനെ ഓരോ ദിവസവും അസ്റായീൽ വരികയാണ്. അസ്റായീൽ വന്ന് നോക്കുകയാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകളൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയൊക്കെയുള്ള ആളുകൾ പാടിക്കൊണ്ട് നടന്നത്, അൽ മൗതു അദിനാ മിൻ ശിറാകി നൈരിഹി. ചെരുപ്പിന്റെ വാറനേക്കാൾ മരണം അടുത്തിരിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ രാത്രിയിൽ നാം ഒക്കെ ചിന്തിക്കണം. നാം ഒരുപാട് പ്രഭാഷണം കേൾക്കുന്നവരാണ്. ഇന്ന് പ്രസംഗത്തിന്റെ കുറവൊന്നുമില്ല, ആളുകൾ ധാരാളം കൂടുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണുകളിലും നമ്മുടെ വീടിനകത്തലങ്ങളിലുമൊക്കെ ഒരുപാട് പ്രഭാഷണ സീഡികളുണ്ട്. പക്ഷേ നാം എത്ര പേര് ഇതെല്ലാം കേട്ട് നന്നാവുന്നുണ്ട്? എത്ര പേര് നാം ഇതെല്ലാം കേട്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നുണ്ട്, നന്നാക്കുന്നുണ്ട്? ഇതെല്ലാം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മരണത്തെപ്പറ്റി ഓർക്കുമ്പോ ഏതൊരു മനുഷ്യനും നന്നാകാൻ കഴിയുമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാണ്. മരണത്തെ രുചിക്കും, മരിക്കുമെന്നല്ല ഖുർആൻ പറഞ്ഞത്, മരണത്തെ രുചി നോക്കുന്നതാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? പെട്ടെന്നങ്ങ് മരിക്കാൻ കഴിയില്ല. ഇന്ന് ശാസ്ത്രം പറയുന്ന ഏറ്റവും വലിയ വേദന ഏതാ? ശാസ്ത്രം പറയുന്ന ഏറ്റവും വലിയ വേദന പ്രസവിക്കുമ്പോഴുണ്ടാകുന്ന വേദനയാണ്. ഒരു പെണ്ണ് പ്രസവിക്കുമ്പോഴുണ്ടാകുന്ന വേദനയാണ് ഭൗതിക ലോകത്ത് ഏറ്റവും വലിയ വേദനയായി ശാസ്ത്രം പറയുന്നത്. അവര് ആ വേദനയുടെ ആവേഗങ്ങളെ അളക്കാനുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് പറയുന്നു, 20 എല്ല് ഒന്നിച്ചൊടിഞ്ഞാൽ ഒരു മനുഷ്യന് അതേ പ്രകാരമാണോ വേദനയുണ്ടാകുന്നത്, അതേ വേദനയാണ് ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്നതെന്ന് ശാസ്ത്രം പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ ഉമ്മയുടെ മഹത്വം മനസ്സിലാക്കണം. ഉമ്മയുമായി പിണങ്ങിക്കഴിയുന്നവർ, എന്റെ വിഷയത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകുകയില്ല, ഏറ്റവും വലിയ വേദന പ്രസവിക്കുമ്പോഴാണ് എന്ന് ശാസ്ത്രം പറയുകയാണ്. എന്നാൽ അതിനേക്കാൾ ഉള്ള വേദനയാണ് മരണവേദന എന്ന് പറഞ്ഞാൽ. ശാസ്ത്രം മരണവേദന അതിനെപ്പറ്റി അളന്നിട്ടില്ല. മരിച്ചവരാരും തിരിച്ചു വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് വേദനയെപ്പറ്റി അന്വേഷിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങളെ പഠിപ്പിക്കുകയാണ്, ഏറ്റവും വലിയ വേദനയുണ്ടാകുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിലോകത്തുനിന്ന് വിട പറയുമ്പോഴാ, മരിച്ചു പോകുമ്പോഴാണ്. മരണവെപ്രാളത്തിൽ കടന്നുകൊണ്ട് കയ്യും കാലും ഇട്ടടിക്കുന്ന വേദന നമ്മൾ കണ്ടിട്ടില്ലേ? അവരുടെ വേദന എത്രയാണെന്നറിയില്ല. കളിക്കളത്തിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ പടഞ്ഞ് പല ആളുകളും മരിച്ചുപോയത്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ പല ആളുകളും കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തിയിട്ട് മരിച്ചുപോയത്. എത്ര ആളുകളാ അങ്ങനെ മരിച്ചുപോയത്? അതിന്റെ വേദന എത്രയാ? മരിച്ചവരാരും തിരിച്ചു വരാത്തത് കൊണ്ടാണ് നമുക്കതിനെപ്പറ്റി അറിയാത്തത്. എന്നാൽ ശാസ്ത്രം പറയുന്ന വേദന പ്രസവ വേദനയാണ്. ആ ഉമ്മ, സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആ ഉമ്മയോട് ഇത്രയും 20 എല്ലുകൾ നമ്മുടെ ശരീരത്തിൽ, ഒരു ചെറിയ എല്ലിനൊരു ചതവുണ്ടായാൽ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. 20 എല്ല് ഒന്നിച്ചൊടിഞ്ഞാൽ ഇതേ പ്രകാരം വേദനയുണ്ടാകുമോ? അതിനേക്കാൾ അത്രത്തോളം വേദനയുണ്ട് ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ, അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. ഒരു സഹാബി അള്ളാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്ന ഉമ്മീ ഖദ് ഹരിഫത് ഇന്ദീ. നബിയേ, എന്റെ ഉമ്മ തളർവാദം പിടിപെട്ട് എന്റെ വീട്ടിലുണ്ട്. എന്റെ ഉമ്മയ്ക്ക് കൈയങ്ങ് തളർന്നു പോയിരിക്കുകയാ.
ആ തളർന്ന കൈകൊണ്ട് എന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരിക്കഴിക്കാൻ കഴിയുന്നില്ല. എന്റെ ഉമ്മയ്ക്ക് വിശക്കുമ്പോൾ ഞാനാണ് ഭക്ഷണം വാരിക്കൊടുക്കുന്നത്. എന്റെ ഉമ്മയ്ക്ക് ഞാനാ വെള്ളം കോരി കൊടുക്കുന്നത്. എന്റെ ഉമ്മയ്ക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാൻ വെള്ളം കോരി കൊടുക്കുന്നത് എന്റെ കൈ കൊണ്ടാ. തീരുന്നില്ല. എന്റെ ഉമ്മയുടെ സുഹൃത്തുക്കളെ കാണണമെന്ന് പറയുമ്പോ, അയൽവാസികളെ കാണണമെന്ന് പറയുമ്പോ എന്റെ ഉമ്മയ്ക്ക് സഞ്ചരിക്കാൻ വാഹനമില്ല, നടക്കാൻ കഴിയുന്നില്ല. എന്റെ ഉമ്മയെ എടുത്ത് എന്റെ തോളിലേക്ക് വെച്ചുകൊണ്ടാ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കൂട്ടുകാരെ കാണാൻ, കൂട്ടുകാരികളെ കാണാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. എന്റെ ഉമ്മയ്ക്ക് നിസ്കാര സമയമാകുമ്പോൾ ഉളൂടിപ്പിച്ചു കൊടുക്കുന്നത് ഞാനാ നബിയെ, ഞാനാണ് ഉളൂ ചെയ്യിപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ സഹാബി ചോദിക്കുന്നു, ഹൽ ഹാദിഹി ജാസിയത്തുല്ലി യാ റസൂലല്ലാഹ്, ഉമ്മയോട് ചെയ്യേണ്ട കടമകളിൽ, കടപ്പാടുകളിൽ, ബാധ്യതകളിൽ ഇത് മതിയോ നബിയേ? ഇതുകൊണ്ട് മതിയാകുമോ നബിയേ? ഞാനാണ് കുടിപ്പിക്കുന്നത്, ഞാനാണ് ഭക്ഷണം വാരിക്കൊടുക്കുന്നത്, ഞാനാണ് ഒളു അടിപ്പിക്കുന്നത്, ഞാൻ ചുമന്നുകൊണ്ട് എന്റെ ഉമ്മയുടെ സുഹൃത്തുക്കളുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നു. ഇത്രയൊക്കെ മതിയോ നബിയെ? എന്റെ ഉമ്മയുമായിട്ടുള്ള ബാധ്യതകളിൽ, കടമകളിൽ, കടപ്പാടുകളിൽ ഇത്രയും ചെയ്താൽ മതിയോന്ന് ആ സഹാബി ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ, പോര മോനെ, ആയിട്ടില്ല എന്ന് മാത്രമല്ല, വലാ വാഹിദത മിനൽ മിആ, വലാ വാഹിദത മിനൽ മിആ, ഉമ്മയോട് ചെയ്യേണ്ട കടമകളിൽ 100-ൽ-1 പോലും ആയിട്ടില്ല. വലാകിൻ ഖദ് അഹ്സൻത, എങ്കിലും മോനെ നീ ചെയ്ത പ്രവർത്തനം ഒരു നല്ല പ്രവർത്തനമാണ്. വല്ലാഹു യുസീബുക അലൽ ഖലീലി കസീറാ, വല്ലാഹു യുസീബുക അലൽ ഖലീലി കസീറാ. നിന്റെ ഈ ചെറിയ പ്രവർത്തനത്തിന് പകരമായി അള്ളാഹു വലിയ പ്രതിഫലം നൽകട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മയോട് ചെയ്യേണ്ട കടമകളിൽ, കടപ്പാടുകളിൽ എത്ര വട്ടമാ ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് നാം ആക്ഷേപിച്ചിട്ടുള്ളത്? എത്ര വട്ടമാ ഉമ്മയെ ആക്ഷേപിച്ചത്? എത്ര വട്ടമാ ആട്ടി ഉമ്മയെ വീട്ടിൽ നിന്നും പുറത്താക്കിയത്? എത്ര വട്ടമാ നമ്മുടെ ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മയോട് വെറുപ്പ് വെച്ചത്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇതൊക്കെ ചെയ്താലും ഉമ്മയോട് ചെയ്യേണ്ട കടമകളിൽ 100-ൽ-1 പോലും ആയിട്ടില്ല. ആ ഉമ്മ സഹിച്ച വേദന, പ്രസവിക്കുമ്പോൾ സഹിച്ച വേദന 20 എല്ല് ഒടിയുമ്പോൾ ഏതേ പ്രകാരമാണോ ഉണ്ടാകുന്നത്, അതേപോലെയുള്ള വേദനയാണ് ഉമ്മ സഹിച്ചത്. ആ ഉമ്മയെ നാം ധിക്കരിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ശാസ്ത്രം പറയുന്നൊരു വേദനയാണ്. ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വേദന, ഭൂമി ലോകത്തുള്ള ഏറ്റവും കൂടിയ വേദന അതാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അപ്പോഴല്ല, അതൊരു വേദനയാണ്. അത് മരണവേദന കഴിഞ്ഞിട്ടുള്ള വേദനയാണ് പ്രസവ വേദന എന്ന് പറഞ്ഞാൽ. അപ്പോൾ മരണത്തിന്റെ വേദന വല്ലാത്ത വേദന തന്നെയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ചു നോക്കുമെന്ന് പറയാനുള്ള കാരണം അതാണ്. അള്ളാഹു നമുക്ക് മരണം എളുപ്പത്തിലാക്കുമാറാവട്ടെ. മരണത്തിന്റെ സക്കറാത്തിന്റെ ബുദ്ധിമുട്ടിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ആ മരണം നാം ഓരോരുത്തരും കണ്ടുമുട്ടാനുള്ളവരാണ്. നാമൊക്കെ മരിക്കാനുള്ളവരാണ്. മരിക്കാത്ത ആരുമില്ല. മരിക്കില്ല എന്ന് പറഞ്ഞവരൊക്കെ അവർ എത്രയും പെട്ടെന്ന് മരിച്ചുപോയ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് രാജാക്കന്മാർ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് സാമ്പത്തികമായി മുന്നോട്ട് നിന്നിരുന്ന ആളുകൾ പലരും മരിച്ചു പോയിട്ടുണ്ട്. മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞുവല്ലോ, ഞാൻ മരിക്കില്ല. അയാൾ നമുക്കറിയാവുന്ന ചരിത്രമാണ്. അയാളും പെട്ടെന്ന് മരിച്ചു പോയില്ലേ. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും കടന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ശങ്ക മാറ്റമൊന്നുമില്ലതിൽ. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും ഒരുപാട് ലോകം മുടക്കി ഒരുക്കി ഭരിച്ചിരിക്കുന്ന രാജാക്കന്മാര് മുഴുവനും മരണപ്പെട്ടുപോയി. ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിരുന്ന, പ്രതാപമുണ്ടായിരുന്ന ആളുകൾ മുഴുവനും മരണപ്പെട്ടുപോയി. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ മരിച്ചുപോയെങ്കിൽ നമ്മളൊക്കെ മരിച്ചു പോകുന്ന കാര്യത്തിൽ സംശയവുമില്ല. അതാണ് ഇമാം ബൂസിരി പറഞ്ഞത്, വലൗ കാനത്തിദ് ദുനിയാ
തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഈ ഭൗതിക ലോകത്ത് ആർക്കെങ്കിലും ശാശ്വതമായി ജീവിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ അത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാകണമായിരുന്നു. പക്ഷേ ആ പ്രവാചകരും ഭൂമിലോകത്തുനിന്ന് മരണപ്പെട്ടു പോയി. അതുകൊണ്ട് ആ പ്രവാചകന്റെ അനുയായികളാകും നമുക്കുള്ള ആയുസത്രയാ? എന്റെ ഉമ്മത്തിന് അനുവദിച്ചിരിക്കുന്ന പ്രായപരിധി 60-നോ 70-നോ ഇടയിലാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. വളരെ തുച്ഛമായ കാലം മാത്രം ജീവിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഈ ഭൂമിലോകത്തുനിന്ന് വിട പറഞ്ഞു പോകാനുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചുകൊണ്ടാണ് പോകേണ്ടത്. അതിവിടെ ഒരുപാട് പണമുണ്ടാക്കിയിട്ട് ആ പണം കൊണ്ടുപോയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഒരുപാട് സൗന്ദര്യമുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല. സാലിഹൽ അഅമാലി ഫിഹാ സൂഫനാ. ഔലിയാക്കളൊക്കെ ചെയ്തതുപോലെ അവർ ഈ ദുനിയാവിനെ കണ്ടതെങ്ങനെയാ? ദുനിയാവിനെ കണ്ടത് വലിയൊരു മഹാസമുദ്രമായിട്ടാ കണ്ടത്. എന്നിട്ടും അവർ ആ സമുദ്രം സഞ്ചരിച്ച് കടക്കാൻ വേണ്ടിയിട്ട് മറുകരയിൽ എത്താൻ വേണ്ടിയിട്ട് അവർ പ്രവർത്തിച്ചു. അവർ കപ്പൽ നിർമ്മാണമാണ് നടത്തിയത്. എന്തുകൊണ്ടാ കപ്പൽ നിർമ്മാണം നടത്തിയത്? സാലിഹൽ അഅമാലി ഫിഹാ സൂഫനാ. നല്ല നല്ല സുഹൃതങ്ങൾ കൊണ്ടാ, അമ്പിയാക്കളെ പറ്റി പറയുന്നത് കൊണ്ടാ, ഔലിയാക്കളെ ആദരിക്കുന്നത് കൊണ്ടാ. അതൊരു സാലിഹായ അമലാണ്. നിസ്കാരം കൊണ്ടാണ്, നോമ്പ് കൊണ്ടാണ്, സൽക്കർമ്മങ്ങൾ കൊണ്ടാണ്. ഇതെല്ലാം കൊണ്ട് അവർ കപ്പൽ നിർമ്മാണം നടത്തുകയാ. സാലിഹായ അമൽ കൊണ്ട് കപ്പൽ നിർമ്മിക്കുന്നു. എന്നിട്ടോ അതുവഴി സഞ്ചരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ കരുതിയവരായിരുന്നു മഹാന്മാർ. അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ടത് മിനിറ്റ് സൂചിയിലേക്കൊന്ന് നോക്കുക, നമ്മുടെ വാച്ചിലേക്കൊന്ന് നോക്കുക. ആ മിനിറ്റ് സൂചി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. ഓരോ നിമിഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു കടന്നുകൊണ്ടിരിക്കുകയാ. ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ടതെന്താ? ഓരോ നിമിഷങ്ങൾ കഴിഞ്ഞു കിടക്കുമ്പോ, ഓരോ മണിക്കൂറുകൾ കഴിഞ്ഞു കിടക്കുമ്പോ, ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു കിടക്കുമ്പോ, ഓരോ ആഴ്ചകൾ കഴിഞ്ഞു കിടക്കുമ്പോ, മാസങ്ങൾ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു കടന്നു പോകുമ്പോ ബുദ്ധിയുള്ള മനുഷ്യ നീ ഒന്ന് ചിന്തിച്ചു നോക്കണം. നീ ഖബറിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാ. എനിക്കും നിങ്ങൾക്കും ഖബറിലേക്കുള്ള ദൂരമുണ്ടല്ലോ. ആ ദൂരം ഇങ്ങനെ ഓരോ നിമിഷങ്ങൾ കഴിയുമ്പോഴും ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാ. അതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇല്ലയ്യാമ തഫഅലു മാ തശാഉ ഫതിബ് നഫ്സൻ ഇദാ ഹകമൽ ഖലാഉ. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കേണ്ടത്, ബുദ്ധിയുള്ളവർ ചിന്തിക്കേണ്ടത്, അല്ലാഹുവേ എന്റെ ഓരോ നിമിഷങ്ങൾ കഴിഞ്ഞു കിടക്കുമ്പോൾ എന്റെ ഖബറിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അല്ലാഹു അനുവദിച്ച ഇന്നിപ്പോൾ 26-ാം തീയതി 2013 ഫെബ്രുവരി 26-ാം തീയതിയാണ്. ഈ ഒരു ദിവസം ഇനി ഒരിക്കലും ഈ 26-ാം തീയതി ഫെബ്രുവരി 26, 2013 ഒരിക്കലും മടങ്ങി വരികയില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. അതുകൊണ്ട് വീണ് കിട്ടിയ ഈ ഒരു നിമിഷത്തിൽ നമ്മക്കൊണ്ട് ചെയ്യാൻ കഴിയും. നാം ആലോചിച്ച് നോക്കൂ, 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ ഉറക്കം കഴിഞ്ഞാൽ ബാക്കി 30 ആ 30-ൽ അവന്റെ അസുഖവും അവന്റെ പ്രായവും നിറയുമൊക്കെ മാറ്റിവെച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായ കാലം മാത്രം ഭൂമിലോകത്ത് ജീവിക്കുന്ന നമ്മൾ, എന്റെ പ്രിയമുള്ളവരെ, ഇത് ആഖിറത്തിനൊരു സാമ്പിള് മാത്രമാണ്, ഒരു സാമ്പിള് മാത്രമാണ്. ഇവിടെ നാം ഒരുപാട് വീണ് കിട്ടിയ അവസരങ്ങൾ വേണ്ടതുപോലെ വിനിയോഗിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, ആ മരണമാസന്നമാകുന്ന സമയം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഏറ്റവും വലിയ വേദന മരണവേദനയാണ്. ആ സമയത്തൊരു മനുഷ്യൻ കിടന്ന് പറയുന്നതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, കല്ലാ ഇദാ ബലഗതിത് തറാഖി വഖീല മൻ റാഖ് വലന്ന അന്നഹുൽ ഫിറാഖ്. ഓരോ മനുഷ്യരും മരണമാസന്നമാകുന്ന സമയത്ത് കല്ലാ ഇദാ ബലഗതിത് തറാഖി, അവന്റെ റൂഹങ്ങ് തൊണ്ടക്കുഴിയിലെത്തിക്കഴിഞ്ഞാൽ, റൂഹങ്ങ് തൊണ്ടക്കുഴിയിലെത്തിയാൽ അസ്റായീൽ മാത്രമല്ല റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്നത്, ഒരുപാട് മാലാകമാരുമായിട്ടാ അസ്റായീൽ വരുന്നത്.
നമ്മുടെ കാലിന്റെ വിരൽ മുതലാ റൂഹ് പിടിക്കാൻ തുടങ്ങുന്നത്. കാലിന്റെ കണങ്കാല് വരെ റൂഹ് പിടിക്കാൻ ഒരു വിഭാഗം മലക്കുകളുണ്ട്. അവിടുന്ന് മുട്ടുവരെ റൂഹ് പിടിക്കാൻ മാലാകമാരുണ്ട്. അരവരെ റൂഹ് പിടിക്കാൻ മാലാകമാരുണ്ട്. വളരെ ശക്തിയായി അവരിങ്ങനെ റൂഹിനെ വലിച്ചൂരുകയാ. അതാണ് വല്ലാത്ത വേദനയുണ്ടെന്ന് പറയാനുള്ള കാരണം. അവസാനം തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോഴാണ് ഖാബിദുൽ അർവാഹ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റ പിടുത്തമാണ്. കണ്ണിലൂടെയാണ് റൂഹ് ആകാശത്തേക്ക് പോകുന്നത്. മരണപ്പെട്ടവന്റെ കണ്ണതുകൊണ്ടാ തുറന്നിരിക്കുന്നത്. അതാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. കല്ലാ ഇദാ ബലഗതിത് തറാഖി. ഇത് കാണുന്ന സമയത്ത്, നമ്മുടെ വെപ്രാളം കാണുന്ന സമയത്ത് വീട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ, നമ്മുടെ മക്കൾ വിളിച്ചു പറയുകയാണ്, വഖീല മൻ റാഖ്. ആരെയാ ഒന്ന് മന്ത്രിക്കാൻ കൊണ്ടുവരൂ, ആരെയാണെന്ന് മന്ത്രിക്കാൻ കൊണ്ടുവരൂ. പള്ളിയിൽ പോയി തങ്ങളെ വിളിച്ചു കൊണ്ടുവാ, ഉസ്താദിനെ വിളിച്ചു കൊണ്ടുവാ. ഈ അവസ്ഥ കണ്ടോ, ഒന്ന് മന്ത്രിക്കട്ടെ, ഒന്ന് തലയ്ക്ക് പിടിച്ചോതട്ടെ എന്നീ മനുഷ്യൻ പറയുകയാ. പക്ഷേ വദന്ന അന്നഹുൽ ഫിറാഖ്. മരിക്കാൻ പോകുന്ന മനുഷ്യനറിയാം ഞാൻ മരിക്കാൻ പോകുകയാ. വദന്ന അന്നഹുൽ ഫിറാഖ്. അവന്റെ ഫിറാഖ് അടുത്തിരിക്കുന്നു. അവൻ ഈ ഭൂമിലോകത്തുനിന്ന് വിട പറയാൻ പോകുകയാണെന്ന് ആ മരിക്കാൻ പോകുന്ന മനുഷ്യനറിയാം. പക്ഷേ ഭാര്യ അങ്ങ് നിലവിളിക്കുകയാണ്. അതാണ് ഖുർആൻ പറയുന്നത്, വേദന കൊണ്ട് കാലുകൾ ഇട്ടടിക്കുകയാ, കണങ്കാലുകൾ പിടിച്ച് കെട്ടുകയാ. എന്തു ചെയ്യണമെന്നറിയാതെ വേദന കൊണ്ടവൻ അവിടെ കിടന്നങ്ങട്ടധിക്കുകയാ. വല്ലാത്ത വേദനയാ പ്രിയമുള്ളവരെ മരണത്തിനുള്ളത്. ആ ഒരു സന്ദർഭമാ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇലാ റബ്ബിക യൗമഇദിൽ മസാഖ്. അല്ലാഹുവിന്റെ കോടതിയിലേക്ക്, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് അവന്റെ റൂഹുമായി അങ്ങ് അസ്റായീൽ പോകുകയാ. അതുകൊണ്ട് മരണവേദന അത് വല്ലാത്ത വേദനയാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയും മരണം ആസന്നമായി കിടക്കുമ്പോൾ വിളിച്ചു പറഞ്ഞതെന്താ? ആയിഷ, ഇന്നലിൽ മൗതി ലസകറാത്ത്. ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൽക്കിലേക്ക് റൂഹങ്ങെത്തിക്കഴിഞ്ഞാൽ ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂം. ഒരു മനുഷ്യന്റെ ഹൽക്കിലേക്ക്, അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് അങ്ങ് റൂഹെത്തുമ്പോ, നമ്മുടെ ബാപ്പയുടെ റൂഹിനെ പിടിച്ചപ്പോൾ നമ്മൾ മുമ്പിലില്ലായിരുന്നുവോ? നമ്മുടെ ഉമ്മയെ, മരിച്ചുപോയ ഉമ്മമാരുണ്ടെങ്കിൽ ആ ഉമ്മയെ റൂഹ് പിടിക്കുമ്പോൾ നമ്മൾ അടുത്തില്ലായിരുന്നുവോ? ഖുർആൻ അവിടെയും ചോദിക്കുകയാണ്, ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂം വലൗലാ ഇൻ കുന്തും ഗൈറ മദീനീൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെ റൂഹ് പിടിച്ചു കൊണ്ടുപോകുമ്പോ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ, ഉറ്റവരുടെ, ഉടയവരുടെ റൂഹ് പിടിച്ചു കൊണ്ടുപോകുമ്പോ അതിന് നിങ്ങൾക്ക് മടക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വഅന്തും ഹീനഇദിൻ തൻളുറൂൻ. നിങ്ങൾ അവരെ കാഴ്ചക്കാരായി റൂഹ് പിടിച്ചു കൊണ്ടുപോകുമ്പോ, മാലാഖമാര് കൊണ്ടുപോകുമ്പോ നിങ്ങൾ അവിടെയുണ്ട്, നിങ്ങൾ അവിടെ ഹാളിലുണ്ട്, നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാ. പക്ഷെ ആ റൂഹിനെ നിങ്ങൾക്ക് മടക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? وَنَحْنُ أَقْرَبُ إِلَيْهِ مِنكُمْ وَلَكِنْ لَا تُبْصِرُونَ. എന്നാൽ നമ്മൾ ഇതെല്ലാം അവനുമായി ഏറ്റവും അടുത്തവനായി നമ്മളെല്ലാം കാണുന്നുണ്ട്, നമ്മളെല്ലാം അറിയുന്നുണ്ട്. അള്ളാഹു പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ഈ ഒരവസ്ഥ ഞാനും നിങ്ങളും തരണം ചെയ്യേണ്ടവരാണ്. ഈ ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും വരാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നല്ലവരായി മരിക്കാൻ കഴിയണം. നല്ലവരായി മരിക്കണമെങ്കിലോ നല്ലവരായി ജീവിക്കണം, സുഹൃതങ്ങൾ ചെയ്യണം. അതും പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു വിഷയം ഇവിടെ നമുക്ക് തമാശകൾ പറയാൻ കഴിയില്ല പ്രിയമുള്ളവരെ. കാരണം നമ്മുടെ മരണത്തെപ്പറ്റി പറയുമ്പോൾ ആർക്കാണ് ചിരിക്കാൻ കഴിയുന്നത്? ഒരിക്കലും ചിരിക്കാൻ കഴിയില്ലല്ലോ. നമ്മളെല്ലാവരും മരിച്ചു പോകാനുള്ളവരാണ്. ആ മരണത്തെപ്പറ്റി പറയുമ്പോ തമാശകൾ പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നല്ലവരായി മരിക്കണമെങ്കിൽ നല്ല ഒരു മനുഷ്യന്റെ റൂഹിനെ കൊണ്ടുപോകുമ്പോ മലാകമാര് വാനലോകത്ത് നിന്ന് പറയുകയാണ്, അല്ലദീന തതവഫ